മോചിതയായതിനു ശേഷം ആദ്യമായി പി പി ദിവ്യ സംസാരിക്കുന്നു. പക്ഷേ ഏറെ വികാരപരമായ ഒരു അന്തരീക്ഷം, ഒരു വിങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലാണെന്നാണ് മനസ്സിലായത്. കാരണം അങ്ങ് അത്രയും ഒരു പ്രോമിസിംഗ് ആയ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു. സൂപ്പർ ജോക്ക്. അതുதான் சொன்னேன். ஆனா வெளியில யாரையும் சொல்லாதீங்க. ഓതപ്പാണുங்க. ഓതരിക്ക് നിറയെ കിടച്ചിരിക്ക്. സംബന്ധിച്ച് ഇപ്പം ഞാൻ മാധ്യമങ്ങളെ കാണണ്ട എന്ന് വിചാരിച്ച ഒരാളാണ്. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? കാരണം അത്രയേറെ മാധ്യമ വേട്ടയ്ക്ക് ഇരയായിട്ട് എന്തോ എങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. സംഭവത്തിന്റെ പേരിലാണോ ഞാനിപ്പോ വേട്ടയാടപ്പെടുന്നത്? ഞാൻ ആ കുടുംബത്തിന്റെ കൂടെ തന്നെ. കാരണം അവരുടെ ആവശ്യം എന്താണ്, അത് തന്നെയാണ് എന്റെ ആവശ്യം. എന്താണിത്? പി പി ദിവ്യയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ADM കെ നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കാരണം നമുക്കറിയാം, ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട്, കോടതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക്. ജാമ്യമില്ലാ കുറ്റം ചുമത്തി 12 ദിവസം പിന്നിടുമ്പോഴും പി പി ദിവ്യ ഒളിവിൽ തന്നെ. കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട്, കോടതിയിൽ വിശ്വസിക്കുന്നുണ്ട്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. എന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ നൽകിയിട്ടുള്ള ഒട്ടേറെ വാർത്തകൾ. എനിക്ക് നീതി വേണം യൂറോണ. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നാച്ചാ മതി. എന്തോ ഒരു വലിയൊരു കൊലയാളിയെ കൊണ്ടുപോവുകയാണ്, ഒരു 100 ആളുകൾ ഒരുമിച്ച് കൊന്ന ഒരാളെ കൊണ്ടുപോകുന്നത് പോലെയാണ് എന്നെ കൊണ്ടുപോയത്. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അപ്പൊ ഞാനത് നേരിടുകയാണ്. കാരണം എനിക്ക് കുറച്ചുകൂടി കരുത്ത് കിട്ടി, ആ വിമർശനങ്ങളിൽ നിന്ന് കുറച്ച് കരുത്ത് കിട്ടി. എന്തൊരു തൊലിക്കട്ടി. കാണ്ടാമൃഗം തോറ്റു. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം.